നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് ഭൂഗർഭപാത പണിയുന്നു. ചെലവ് 1,29,00,000 രൂപ. ടെൻഡർ നടപടികൾ പൂർത്തിയായി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷകൾ തുടങ്ങി. പേടിപ്പെടുത്താതെ ആദ്യ ദിനം. SSLC പരീക്ഷ മാർച്ച് 4 മുതൽ. MG സർവകലാശാല കലോത്സവം കോട്ടയത്ത് പുരോഗമിക്കുന്നു. ഇഞ്ചോടിഞ്ച് പൊരുതി കോളേജുകൾ. 4ാം ദിനവും തേവര SH കോളേജിന്റെ തേരോട്ടം. വാർത്തകൾ വിശദമായി. കോട്ടയം മെഡിക്കൽ കോളേജ് പരിസരത്തു നിന്നും ബസ് സ്റ്റാൻഡിലേക്ക് ഭൂഗർഭപാത നിർമ്മിക്കുന്നു. ദിവസേന എത്തുന്ന ആയിരക്കണക്കിന് രോഗികൾക്ക് റോഡ് മുറിച്ചു കടക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും തിരക്കും പരിഗണിച്ചാണ് ഭൂഗർഭപാത പണിയുന്നത്. പാതയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയായി. കോട്ടയം മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്കും സന്ദർശകർക്കും സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കാനുള്ള ഭൂഗർഭപാതയുടെ നിർമ്മാണം ഉടൻ തുടങ്ങും. 1.29 കോടി രൂപ ചെലവിട്ട് ആധുനിക രീതിയിൽ നിർമ്മിക്കുന്ന ഭൂഗർഭ പാതയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയായി. ഭൂഗർഭപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിൽ വിളിച്ചു ചേർത്ത ഉദ്യോഗസ്ഥരുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളുടെയും യോഗം നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിലേക്കുള്ള പ്രവേശന കവാടത്തിനരികെയുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ മന്ദിരത്തിന് സമീപത്ത് നിന്നാണ് ഭൂഗർഭ പാത മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ തുടങ്ങുന്നത്. അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ബൈപ്പാസ് റോഡ് കുറുകെ കടന്ന് ബസ് സ്റ്റാൻഡിന്റെ പ്രവേശന കവാടത്തിന് സമീപം അവസാനിക്കുന്ന രീതിയിലാണ് പാത രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 18.576 മീറ്ററാണ് ഭൂഗർഭ പാതയുടെ ആകെ നീളം. 5 മീറ്ററാണ് വീതി. ഉയരം 3.5 മീറ്ററും. പാതയിൽ ആധുനിക രീതിയിലുള്ള വെളിച്ച സംവിധാനങ്ങൾ ഒരുക്കും. രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പക്ഷം വിശ്രമിക്കുന്നതിനുള്ള ഇരിപ്പിടങ്ങളും പാതയ്ക്കുള്ളിൽ ഒരുക്കും. OPയിലെത്തുന്ന 3000 പേരടക്കം 7000-ഓളം പേരാണ് മെഡിക്കൽ കോളേജിൽ പ്രതിദിനം എത്തുന്നത്. വാഹനങ്ങളുടെയും റോഡ് കുറുകെ കടക്കുന്ന കാൽനട യാത്രക്കാരുടെയും ബാഹുല്യം കൊണ്ട് നിരവധി അപകടങ്ങൾക്ക് വഴിവെച്ചിരുന്ന മെഡിക്കൽ കോളേജിന് മുന്നിലെ റോഡിൽ അടിപ്പാത വേണമെന്ന് ദീർഘനാളായുള്ള ആവശ്യമായിരുന്നു. 2 വർഷം മുൻപ് ഏറ്റുമാനൂർ മണ്ഡലത്തിലെ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച സെമിനാറിലാണ് സ്ഥലം MLA കൂടിയായ മന്ത്രി VN വാസവൻ ഭൂഗർഭപാത എന്ന ആശയം മുന്നോട്ട് വെച്ചത്. അടിപ്പാതയ്ക്ക് അനുമതി ലഭിച്ചതോടെ മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും മെഡിക്കൽ കോളേജ് അധികൃതരുടെയും ആശുപത്രി വികസന സമിതി അംഗങ്ങളുടെയും യോഗം വിളിച്ചു ചേർത്തു. പദ്ധതി വിശദമായി ചർച്ച ചെയ്തിരുന്നു. ഭരണാനുമതിയും സാങ്കേതികാനുമതിയും ലഭിച്ച് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച പദ്ധതിക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം ആരംഭിക്കാനാണ് നീക്കം. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിൽ ചേർന്ന യോഗത്തിൽ ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഞ്ജു മനോജ്, കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ TK ജയകുമാർ, പ്രിൻസിപ്പൽ ഡോക്ടർ S ശങ്കർ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് P പുന്നൂസ്, പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K ജോസ് രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാനത്ത് +2 പരീക്ഷകൾ തുടങ്ങി. ആദ്യ ദിനം പരീക്ഷ എളുപ്പമായിരുന്നെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. കോട്ടയം ജില്ലയിൽ 41,238 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. +2 വിദ്യാർത്ഥികൾക്ക് വിവിധ വിഭാഗങ്ങളിലായി ഫിസിക്സ്, സോഷ്യോളജി, ആന്ത്രപ്പോളജി വിഷയങ്ങളും +1 വിദ്യാർത്ഥികൾക്ക് ലാംഗ്വേജുമായിരുന്നു ആദ്യ ദിനം നടന്നത്. കോട്ടയം ജില്ലയിൽ 131 കേന്ദ്രങ്ങളിലായി 41,238 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് ലാക്കാട്ടൂർ MGM HSSലാണ്. 780 പേരാണ് ഇവിടെ പരീക്ഷ എഴുതിയത്. തലയോറപ്പറമ്പ് നീർപ്പാറ ഡെഫ് HS സ്കൂളിലാണ് ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾ +2 പരീക്ഷയ്ക്കിരുന്നത്. 39 പേർ. എല്ലാ ദിവസവും രാവിലെ 9:30 പരീക്ഷ ആരംഭിക്കും. മാർച്ച് 26-ന് പരീക്ഷ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. MG സർവകലാശാല കലോത്സവം കോട്ടയത്ത് വിവിധ വേദികളിൽ പുരോഗമിക്കുന്നു. തേവര SH കോളേജിന്റെ കുതിപ്പാണ് കോട്ടയത്ത് കാണുന്നത്. MG സർവകലാശാല യൂണിയൻ കലോത്സവം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ കോട്ടയത്ത് വിവിധ വേദികളിൽ പുരോഗമിക്കുന്നു. തിരുനക്കര മൈതാനമാണ് പ്രധാന വേദി. കൂടാതെ CMS കോളേജ് ഗ്രേറ്റ് ഹാൾ, ബെസേലിയസ് കോളേജ് ഓഡിറ്റോറിയം എന്നിങ്ങനെ 9 വേദികളിലായാണ് മത്സരങ്ങൾ. സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിവിധ ക്യാമ്പസുകളിൽ നിന്നുള്ള 5000-ലധികം പ്രതിഭകൾ മാറ്റുരയ്ക്കുന്നുണ്ട്. നിറയെ
കാഴ്ചകൾ ഒരുക്കി വെസ്റ്റേൺ മ്യൂസിക് താളവാദ്യ മത്സരങ്ങൾ വെള്ളിയാഴ്ച നടന്നു. തേവര SH കോളേജാണ് വിട്ടുകൊടുക്കില്ലെന്ന വാശിയിൽ മുന്നേറുന്നത്. പിന്നാലെ എറണാകുളം സെന്റ് തെരേസാസുമുണ്ട്. തേവര SH കോളേജിന് 54 പോയിന്റും എറണാകുളം സെന്റ് തെരേസാസിന് 44 പോയിന്റും സ്വന്തമാക്കിയിട്ടുണ്ട്. ആതിഥേയരായ കോട്ടയം CMS കോളേജിന് 16 പോയിന്റാണ് നേടാൻ കഴിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളി കുരിശുകവലയിൽ വഴിയോര വിശ്രമ കേന്ദ്രം ഒരുങ്ങുന്നു. 30 ലക്ഷം രൂപ മുടക്കിയാണ് വിശ്രമ കേന്ദ്രം പണിയുന്നത്. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ സംയുക്തമായി കുരിശുകവലയിൽ മണിമല റോഡിന്റെ ഓരത്ത് വഴിയോര വിശ്രമ കേന്ദ്രം പണിയുന്നു. കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ 2023-24 സാമ്പത്തിക വർഷത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 15 ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ 15 ലക്ഷം രൂപയും വകയിരുത്തിയാണ് വഴിയോര വിശ്രമ കേന്ദ്രം പണിയുന്നത്. വിശ്രമ സ്ഥലം, കോഫി ഷോപ്പ്, ഫീഡിംഗ് റൂം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ടോയ്ലറ്റ് എന്നിവ വിശ്രമ കേന്ദ്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് നിർവഹിച്ചു. ഇത്തരം വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ വളരെയേറെ സഹായകരമായ ഒരവസ്ഥയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ അത് രൂപപ്പെടുത്തുമ്പോഴേ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഏറ്റവും മികച്ച തരത്തിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങളെ മാറ്റാൻ, അതൊരു വിശ്രമ കേന്ദ്രം എന്ന നിലയിൽ മാത്രമല്ല, അവിടെ വെയിറ്റിംഗ് ഷെഡുണ്ട്, ഒരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട്, കോഫി ഷോപ്പുണ്ട്, ഫീഡിംഗ് റൂമുണ്ട്, അതോടൊപ്പം തന്നെ ടോയ്ലറ്റ് ബ്ലോക്ക് ഉൾപ്പെടെ ഒരു സമുച്ചയമായ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. സംസ്ഥാനത്ത് SSLC പരീക്ഷകൾ മാർച്ച് 4-ന് തുടങ്ങും. കോട്ടയം ജില്ലയിൽ 19,214 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. SSLC പരീക്ഷ മാർച്ച് 4-ന് ആരംഭിക്കും. കോട്ടയം ജില്ലയിൽ 256 സ്കൂളുകളിലായി 19,214 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. 9,520 ആൺകുട്ടികളും 9,694 പെൺകുട്ടികളും പരീക്ഷ എഴുതുന്നവരിൽ പെടുന്നു. കഞ്ഞിക്കുഴി മൗണ്ട് കാർമൽ ഹൈസ്കൂളിലാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നത്, 346 പേർ. ഇടക്കോലി ഗവൺമെന്റ് ഹൈസ്കൂളിലും കാഞ്ഞിരപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിലുമാണ് ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത്, 3 പേർ വീതം. കോട്ടയം വിദ്യാഭ്യാസ ജില്ലയിലാണ് ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത്, 7,575 പേർ. രാവിലെ 9:30-ന് പരീക്ഷ ആരംഭിക്കും. മാർച്ച് 25 വരെയാണ് പരീക്ഷ. കടുത്തുരുത്തി വിദ്യാഭ്യാസ ജില്ലയിൽ 3,086 പേരും പാലായിൽ 3,296 പേരും പരീക്ഷ എഴുതും. കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലയിൽ 5,257 പേരാണ് പരീക്ഷ എഴുതുന്നത്. ഇതിൽ ആൺകുട്ടികൾ 2,701 പേരും പെൺകുട്ടികൾ 2,556 പേരുമുണ്ട്. കോട്ടയം വിദ്യാഭ്യാസ ജില്ലയിൽ 7,575 പേർ പരീക്ഷ എഴുതും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രതിസന്ധികളിൽ നിന്ന് കരകയറി KFDC. കഴിഞ്ഞ സാമ്പത്തിക വർഷം 31 കോടി രൂപയുടെ വിറ്റുവരവും 1 കോടി രൂപയുടെ ലാഭവും ലഭിച്ചതായി ചെയർപേഴ്സൺ ലതിക സുഭാഷ് പറഞ്ഞു. പ്രതിസന്ധികളെ മറികടന്ന് KFDC ലാഭത്തിലേക്ക് നീങ്ങിയതായി ചെയർപേഴ്സൺ ലതിക സുഭാഷ് അറിയിച്ചു. 2021-22 സാമ്പത്തിക വർഷത്തിൽ 13.2 കോടി രൂപയുടെ വിറ്റുവരവും 34 ലക്ഷം രൂപയുടെ ലാഭവും ഉണ്ടായി. 2022-23 വർഷം 31 കോടി രൂപയുടെ വിറ്റുവരവും 1 കോടി രൂപയുടെ ലാഭവും ലഭിച്ചു. ശബരിമലയിൽ അരവണയിൽ ആവശ്യമായ ജൈവ ഏലയ്ക്ക KFDCയിൽ നിന്നും വാങ്ങാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചുവെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. എക്കോ ടൂറിസം മേഖലയിൽ 2 വർഷം കൊണ്ട് കാര്യമായ പുരോഗതി ഉണ്ടാക്കി. ഗവി ഇക്കോ ടൂറിസം സെന്ററിൽ 3 പുതിയ ലോഗ് ഹൌസുകളുടെയും ടെന്റുകളുടെയും നിർമ്മാണവും പഴയ അതിഥി മന്ദിരങ്ങളുടെ നവീകരണവും പൂർത്തിയായതോടെ 58 പേർക്കുള്ള താമസ സൗകര്യം ഉണ്ടായിട്ടുണ്ട്. മീശപ്പുലിമലയിലും ആനയിറങ്കലിലും എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചതായും ഇത് വരുമാനം മെച്ചപ്പെടാൻ സഹായകരമായതായും ലതിക സുഭാഷ് പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണത്തോടുകൂടി നമ്മൾ ചെയ്യുകയുണ്ടായി. നേരത്തെ ഗസ്റ്റ് ഹൗസുകൾക്കും പുറമെ ഈ 5 ഹട്ടുകൾ കൂടെ വന്നപ്പോഴേക്കും അവിടെയും അതിഥികളെ യാത്രികരെയും താമസിപ്പിക്കാനുള്ള സൗകര്യം നമുക്ക് വർദ്ധിച്ചു. ട്രക്കിങ്ങിന് അതിമനോഹരമായ സ്ഥലമാണ് അരിപ്പയിലുള്ളത്. നമ്മുടെ തൃശ്ശൂർ ഡിവിഷനിൽപ്പെട്ട നെല്ലിയാമ്പതിയിൽ നമുക്ക് 12 പേർക്കുള്ള താമസ സൗകര്യങ്ങളുണ്ട്. വനത്തിന്റെ വന്യമായ എല്ലാ സൗകര്യങ്ങളും, പച്ചയായിട്ടുള്ള
എല്ലാ സാഹചര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ധാരാളം ആളുകൾ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി, അതുപോലെ തന്നെ പക്ഷി നിരീക്ഷണത്തിന് വേണ്ടി അരിപ്പ സെൻട്രൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ നെല്ലിയാമ്പതിയെയും ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വാഗമണ്ണിലെ ഓർക്കിഡേറിയത്തോടനുബന്ധിച്ച് ഫ്ലോറികൾച്ചർ ഗാർഡൻ തുടങ്ങി കുട്ടികൾക്കായി പാർക്ക് തുറന്നു. ഡിസംബർ ജനുവരി മാസങ്ങളിൽ നടത്തിയത് വൻ വിജയമായിരുന്നുവെന്നും എല്ലാ വർഷവും വാഗമണ്ണിൽ പുഷ്പ സസ്യ പ്രദർശനവും വിൽപ്പനയും നടത്തുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഗവൺമെന്റ് കരാറുകാർ സമരത്തിലേക്ക്. വിവിധ ആവശ്യങ്ങളുമായി മാർച്ച് 4-ന് സൂചനാ പണിമുടക്ക് നടത്തുമെന്ന് ഭാരവാഹികൾ കോട്ടയത്ത് പറഞ്ഞു. നിർമ്മാണ മേഖല നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാൻ സർക്കാർ അടിയന്തര നടപടികൾ എടുക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തെ ഗവൺമെന്റ് കരാറുകാർ സമരത്തിലേക്ക്. മാർച്ച് 4-ന് പണികൾ നിർത്തിവെച്ച് സൂചനാ പണിമുടക്ക് നടത്തുമെന്ന് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അന്ന് സംസ്ഥാനത്തെ മുഴുവൻ താലൂക്ക് കേന്ദ്രങ്ങളിലും പണിമുടക്കി പ്രതിഷേധ സമരവും സംഘടിപ്പിക്കും. പൊതുമരാമത്ത് മാനുവൽ പരിഷ്കരിക്കുക, ബിൽ ഡിസ്കൌണ്ടിന്റെ പലിശ സർക്കാർ വഹിക്കുക, ഗവൺമെന്റ് കരാറുകാരുടെ ലൈസൻസ് പുതുക്കുമ്പോൾ കേപ്പബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണമെന്ന വ്യവസ്ഥ ഒഴിവാക്കുക, പൂർത്തിയാക്കിയ ബില്ലുകൾക്ക് പണം യഥാസമയം നൽകുക എന്നീ ആവശ്യങ്ങളും സർക്കാരിന് മുന്നിൽ അസോസിയേഷൻ ഉന്നയിച്ചിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് വളരെയേറെ പ്രതിസന്ധിയിലാണ് പോകുന്നത്. അതുപോലെ തന്നെ റേറ്റ് റിവിഷൻ 2018 റേറ്റിലാണ് കരാറുകാർ വർക്ക് ചെയ്തത്. അതുപോലെ തന്നെ നിരവധി വിഷയങ്ങളുണ്ട്. ഗവൺമെന്റ് ഞങ്ങൾക്ക് പണം തരുന്നത് പലിശ ഞങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഞങ്ങൾക്ക് പണം തരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ടെൻഡറിലുണ്ടാകുന്ന ചില അപാകതകൾ, കിഴമ്പുഴയുടെ കോഡും മാനുവലും വളരെ പരിഷ്കരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഞങ്ങൾ ഗവൺമെന്റ് മുൻപിൽ നിർത്തുകയും ബഹുമാനപ്പെട്ട മന്ത്രിമാരും പിഴമ്പൊഴി മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, അതുപോലെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് മന്ത്രി, ധനകാര്യ മന്ത്രി ഉൾപ്പെട്ട വലിയ ചർച്ച നടക്കുകയുണ്ടായി. അതിനകത്ത് ഞങ്ങൾക്ക് നിരവധി വാഗ്ദാനങ്ങൾ ഇതെല്ലാം പരിഹരിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഇതെല്ലാം വിഷയങ്ങളെ പരിഹരിക്കാം, ഗവൺമെന്റ് ബോധ്യപ്പെട്ട വിഷയങ്ങളാണെന്നൊക്കെ പറഞ്ഞ് പരിഹരിക്കാമെന്ന് ഉറപ്പ് പറഞ്ഞല്ലാതെ യാതൊരു വിഷയവും പരിഹരിച്ചിട്ടില്ല. മാർച്ച് 4-ലെ സൂചനാ പണിമുടക്കിന് ശേഷവും സർക്കാർ ചർച്ചയിലൂടെ വിഷയങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ ടെൻഡറുകൾ ബഹിഷ്കരിക്കും. പണികൾ നിർത്തിവെച്ചും സമരം ചെയ്യാൻ കേരളത്തിലെ ഗവൺമെന്റ് കരാറുകാർ നിർബന്ധിതരാകുമെന്ന് ജില്ലാ പ്രസിഡന്റ് അനിൽ കെ കുര്യൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സോണി മാത്യു, സംസ്ഥാന സെക്രട്ടറി ജോഷി ചാണ്ടി, ജില്ലാ ട്രഷറർ MN പ്രഭാകരൻ നായർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ PM ജേക്കബ്, ചങ്ങനാശ്ശേരി താലൂക്ക് സെക്രട്ടറി അജി ജോസഫ്, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം PS രഞ്ജൻ, പാല ORG സെക്രട്ടറി ജോർജ് ജോസഫ് എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മണലുങ്കൽ സെന്റ് അലോഷ്യസ് സ്കൂൾ മൈതാനത്ത് ചുഴലി വീശിയടിച്ചു. വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് വലിയ ചുഴലി രൂപപ്പെട്ടത്. പിന്നീടത് ടൊർണാഡോയ്ക്ക് സമാനമായി മാറി. കുട്ടികൾക്ക് വേറിട്ട അനുഭവം ഇത് സമ്മാനിച്ചു. പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിക്ക് ഒരു കൂട്ടം യുവാക്കളുടെ കയ്യിൽ നിന്നും പരിക്കേൽക്കാൻ ഇടയായ സംഭവത്തിൽ നാടിന്റെ സമാധാനം കാത്തുസൂക്ഷിക്കാൻ ഒറ്റക്കെട്ടായി നീങ്ങാൻ തീരുമാനമായി. മന്ത്രി VN വാസവൻ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. നാടിന്റെ മതസൗഹാർദ്ദവും സമാധാന അന്തരീക്ഷവും കാത്തുസൂക്ഷിക്കാനും മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടു പോകാനും ഒറ്റക്കെട്ടായി നീങ്ങാൻ സമാധാന യോഗം തീരുമാനിച്ചതായി സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ. പൂഞ്ഞാർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലുണ്ടായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടറേറ്റിൽ വിളിച്ചു ചേർത്ത ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും മത സാമുദായിക പ്രതിനിധികളുടെയും സമാധാന യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൂഞ്ഞാർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലുണ്ടായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇരുകൂട്ടരും ഉള്ളു തുറന്ന് ചർച്ച ചെയ്തതായി മന്ത്രി പറഞ്ഞു. പള്ളി അസിസ്റ്റന്റ് വികാരിക്ക് പരുക്കേൽക്കാനിടയായ അനിഷ്ട സംഭവത്തെ യോഗം അപലപിച്ചു. 18 വയസ്സിന് താഴെയുള്ളവരടക്കം വിദ്യാർത്ഥികളാണ് കേസിൽ പ്രതികളായിട്ടുള്ളത്. നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ദുരുദ്ദേശത്തോടെ ആരെങ്കിലും വന്നാൽ ഒറ്റപ്പെടുത്തുമെന്നും സമാധാന അന്തരീക്ഷം പുലരാൻ എല്ലാ പിന്തുണയും മത സാമുദായിക പ്രതിനിധികൾ യോഗത്തിൽ അറിയിച്ചതായും മന്ത്രി പറഞ്ഞു. ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി മതനിരപേക്ഷ നിലപാടെടുത്തുകൊണ്ടാണ് ഗവൺമെന്റ് ഈ പ്രശ്നത്തിൽ ഇപ്പോൾ ഒരു സമാധാന ചർച്ചയ്ക്ക് വേണ്ടി കളക്ടറേറ്റിൽ ഞങ്ങൾ യോഗം വിളിച്ചത്. ആ യോഗം പൂർണ്ണ അർത്ഥത്തിൽ വിജയമായിരുന്നു. രണ്ടു കൂട്ടരും ഉള്ളു തുറന്ന് ചർച്ച ചെയ്തു. ഒരു സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ വേണ്ടി പരസ്പരം ബന്ധപ്പെട്ടും സഹകരിച്ചും പ്രവർത്തിക്കുമെന്ന് വൈദിക ശ്രേഷ്ഠരും ഒപ്പം കുട്ടികളുടെ രക്ഷകർത്താക്കളും ഒരേ സ്വരത്തിൽ സംസാരിച്ച് പരസ്പരം കൈകൊടുത്ത് ആലിംഗനം ചെയ്താണ് ഞങ്ങൾ പിരിഞ്ഞത്. ആന്റണി MP, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA, ഈരാറ്റുപേട്ട നഗരസഭാധ്യക്ഷ സുഹറ അബ്ദുൽ ഖാദർ, പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് മാത്യു, ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി, ജില്ലാ പോലീസ് മേധാവി K കാർത്തിക്, പാല RDO KP ദീപ, പാല രൂപത വികാരി ജനറൽ ഫാദർ സെബാസ്റ്റ്യൻ വേങ്ങാനത്ത് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
വീടിന് മുകളിൽ സൗരോർജ്ജ പാനൽ സ്ഥാപിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയായ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന പദ്ധതിയിൽ ചേരാൻ ഉപഭോക്താക്കൾക്ക് അവസരം. കേന്ദ്ര സർക്കാരിന്റെ ആകർഷകമായ സബ്സിഡി ലഭിക്കുന്ന ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ പോസ്റ്റ്മാനെയോ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിനെയോ സമീപിക്കാം. അവസാന തീയതി ഈ മാസം 8. രജിസ്ട്രേഷൻ സൗജന്യമാണ്. 30,000 രൂപ മുതൽ 78,000 രൂപ വരെ സബ്സിഡി ലഭിക്കും. വിവരങ്ങൾക്ക് അതാത് പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. പാലാ സെന്റ് തോമസ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഡേവിസ് സേവ്യർ രചിച്ച പുസ്തകം പ്രകാശനം ചെയ്തു. പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പ്രകാശനം നിർവഹിച്ചു. പാലാ സെന്റ് തോമസ് കോളേജ് വൈസ് പ്രിൻസിപ്പലും മലയാള വിഭാഗ മേധാവിയുമായ ഡോക്ടർ ഡേവിഡ് സേവ്യർ രചിച്ച പദശുദ്ധി കോശം എന്ന ബൃഹത് ഗ്രന്ഥം പ്രകാശനം ചെയ്തു. പാലാ രൂപതാധ്യക്ഷനും കോളേജ് രക്ഷാധികാരിയുമായ മാർ ജോസഫ് കല്ലറങ്ങാട്ട് കോളേജ് മാനേജർ റവറന്റ് ഡോക്ടർ ജോസഫ് തടത്തിൽ നിന്ന് നൽകി പ്രകാശനം നിർവഹിച്ചു. കോളേജ് IQSCയും പ്രസാധകരായ കോട്ടയം NBSഉം ചേർന്നാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ബൈബിളിലെ 72 പുസ്തകങ്ങളുടെ വൈവിധ്യവും ആഴവും ദൃശ്യമാവുന്ന 172 വാക്കുകളുടെ ചരിത്രവും പരിണാമഭേദങ്ങളും അവതരിപ്പിക്കുന്ന പദശുദ്ധി കോശം കൈരളിയുടെ കനകമാണെന്ന് ബിഷപ്പ് കല്ലറങ്ങാട്ട് പറഞ്ഞു. മലയാള ഭാഷയിലെ ഏറ്റവും ക്ലേശകരമായ ഒരു ശുശ്രൂഷയാണ് അദ്ദേഹം നിർവഹിച്ചത് എന്ന് ദീപനാളത്തിലൂടെയും ഈ പുസ്തകം ഏതാനും ദിവസം മുമ്പ് തുറന്ന് വായിച്ചപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായി. 712 പദങ്ങൾ അദ്ദേഹം എടുത്ത് പഠിച്ച് ഓരോന്നും ചെറിയ ലേഖനങ്ങളായി നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അത് വളരെ മികവുറ്റ ഒരു പ്രതിപാദന ശൈലി നമുക്ക് നൽകുന്നുണ്ട്. മാർസ്ലീവ മെഡിസിറ്റി മാനേജരും പ്രഭാഷകനുമായ ഡോക്ടർ സാബു ഡി മാത്യു പുസ്തകം പരിചയപ്പെടുത്തി. ഡോക്ടർ M ലീലാവതിയുടെ അവതാരിക തന്നെ ഈ കൃതിയുടെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. ദീപനാളം എഡിറ്റർ ഫാദർ കുര്യൻ തടത്തിൽ, NBS മാനേജർ അനൂപ് G, സുരേഷ് PS, ഡോക്ടർ സോജൻ പുല്ലാട്ട് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്: കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ എരുമേലി തെക്ക്, എരുമേലി വടക്ക്, കോരത്തോട് എന്നീ വില്ലേജുകളിലെ ഹിൽമൻ സെറ്റിൽമെന്റ് ഉൾപ്പെട്ട പട്ടയം ലഭിക്കാത്ത കൈവശക്കാർക്ക് പട്ടയം ലഭിക്കുന്നതിനുള്ള അപേക്ഷ ഈ മാസം 15 വരെ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസുകളിൽ ഹാജരായി നിർദ്ദിഷ്ട ഫോമിൽ സമർപ്പിക്കാം. നേരത്തെ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാമെന്നും തഹസീൽദാർ അറിയിച്ചു. പുതുപ്പള്ളി IHRDയുടെ കീഴിലുള്ള പുതുപ്പള്ളി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ PGDCA, DCA, ഡേറ്റ എൻട്രി ടെക്നിക് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ എന്നീ കോഴ്സുകളുടെ ഫെബ്രുവരി ബാച്ചിൽ അഡ്മിഷൻ തുടങ്ങി. അപേക്ഷാ ഫോമുകളും വിശദവിവരവും വെബ്സൈറ്റിൽ ലഭിക്കും. www.ihrd.ac.in എന്ന വെബ്സൈറ്റിൽ ബന്ധപ്പെടുക. കാഞ്ഞിരപ്പള്ളി താലൂക്ക് വികസന സമിതി യോഗം ശനിയാഴ്ച രാവിലെ 11-ന് മിനി സിവിൽ സ്റ്റേഷൻ ഹാളിൽ നടക്കും. പൊതുജനങ്ങൾക്ക് വിവിധ വകുപ്പുകളിലെ കാര്യങ്ങൾ സംബന്ധിച്ച പരാതികൾ താലൂക്ക് ഓഫീസിലോ താലൂക്ക് വികസന സമിതിയിലോ ഹാജരാക്കാമെന്ന് തഹസീൽദാർ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് ഭൂഗർഭ പാത പണിയുന്നു. ചെലവ് 1,29,00,000 രൂപ. ടെൻഡർ നടപടികൾ പൂർത്തിയായി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷകൾ തുടങ്ങി. പേടിപ്പെടുത്താതെ ആദ്യ ദിനം. SSLC പരീക്ഷ മാർച്ച് 4 മുതൽ. MG സർവകലാശാല കലോത്സവം കോട്ടയത്ത് പുരോഗമിക്കുന്നു. ഇഞ്ചോടിഞ്ച് പൊരുതി കോളേജുകൾ. 4ാം ദിനവും തേവര SH കോളേജിന്റെ തേരോട്ടം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.